ഇതുപോലെ ജംഗ്ഷനുകളിലാണ് പലർക്കും പേടി. ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡോട് കയറുന്ന സമയത്ത് എവിടെയൊക്കെ നോക്കി കയറണം. പല വീഡിയോകൾ ഇപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇങ്ങനെയുള്ള ജംഗ്ഷനോട് കയറുമ്പോൾ എവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തണം, എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് പലർക്കും അറിയത്തില്ല. രണ്ട് സൈഡിലെ വാഹനങ്ങളില്ല എന്ന് ഉറപ്പ് വരുത്താൻ വരെ നമ്മൾ ഇവിടെ നിർത്തിയിടണം. കാരണം മെയിൻ റോഡാണ്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നമ്മൾ ചാടി അങ്ങോട്ട്, നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സൈഡ്, ആ ലെഫ്റ്റ് സൈഡിലോട്ട് വേഗത്തിലാക്കുക. കണ്ടോ, ആ ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി ഫ്രണ്ട് ഭാഗം കറക്റ്റായി വരുന്നതിനനുസരിച്ച് വേഗത്തിൽ നമ്മുടെ സൈഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ചെറിയ റോഡിൽ നിന്ന് മെയിൻ റോഡ് നമുക്ക് കയറാൻ കഴിയുന്നതാണ്. ഇന്ന് ക്ലാസ് നടക്കുന്നത് ഈ സ്ഥലത്തിന്റെ പേരെന്തോ, അമ്മാടം, ഇരിഞ്ഞാലക്കുട അമ്മാടം, തൃശ്ശൂർ ജില്ല. ഇവിടെ നിങ്ങൾക്ക് ഇതുപോലെ വാഹനം ഓടിക്കണം എന്ന് അധികം ആഗ്രഹമാണ്. പക്ഷേ ഇതുപോലുള്ള ചെറിയ റോഡിൽ നിന്നും മെയിൻ റോഡിലോട്ട് കയറുന്ന സമയത്ത്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് എത്ര തിരിക്കണം, അതുപോലെ തന്നെ വാഹനം റിവേഴ്സ് തിരിക്കുന്ന സമയത്ത് എവിടെ വരുമ്പോൾ ഓടിക്കണം എന്നുള്ള പ്രയാസമാണ്. വാഹനം ഓടിക്കണം അധികം ആരമാണ്. അങ്ങനെയുള്ള എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഒരു ക്ലാസ്സുകൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. പലരും നമ്മളെ മടിപ്പിക്കും, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് എടുക്കുന്ന ശേഷം ഒന്നിനോടെ പ്രാക്ടീസിന് പോയതല്ല, പ്രായം കൊണ്ടാണ് നിർത്തിക്കുമെന്നും പറഞ്ഞു. നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ അറിയാം, 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. പിന്നെ നമ്മൾ ഈ ലൈസൻസും കൈവച്ച് വാഹനം വീട്ടിലുണ്ടായിട്ട് ഞാൻ പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കും. എൻ്റെ ജില്ല ഏതാണ്ട് നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കും, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട്